പലർക്കും അറിയില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. എക്സാമിന് നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനുള്ളത്. ചോദ്യം വരാത്ത ചാപ്റ്ററിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ തന്നെ അത്രയും ഭാരം ഒഴിഞ്ഞു കിട്ടി. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഏഗൺ. മക്കളെ, നിങ്ങളിപ്പോ സെക്കൻഡ് ടേം എക്സാം ഒക്കെ എഴുതി ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടി ആകെ ഡസ്റ്റ് അടിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൻസർ ഷീറ്റ് നമ്മൾ കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കി ആൻസർ ഷീറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ച് എന്നല്ലാതെ എഴുതേണ്ടത് എഴുതിയിട്ടുണ്ടോ, പഠിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി എത്രമാത്രം നിങ്ങൾ ഹിന്ദിയെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം. സാധാരണഗതിയിൽ ഇവർ വിചാരിക്കുന്നുണ്ടോ ഹിന്ദി ഒരു ലാംഗ്വേജ് അല്ലേ, അപ്പം ലാംഗ്വേജിന് അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന്. പക്ഷേ ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതെ. ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററും എങ്ങനെ പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനുള്ളത്. ഹിന്ദി മോഡൽ എക്സാമിന് കറക്റ്റ് പറഞ്ഞാൽ 25 ഡേയ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കണം, അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കാം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കേണ്ട. അത് പറഞ്ഞപ്പോഴാണ് പലർക്കും അറിയില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് എക്സാമിന് നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. പലപ്പോഴും മിസ്സേ ആ ചാപ്റ്റർ എടുത്തില്ലല്ലോ എന്നൊക്കെ കുട്ടികൾ പറയുമ്പോഴാണ് ആലോചിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ അറിയില്ല ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്ന്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരില്ല. അപ്പൊ ഈ ചോദ്യം വരാത്ത ചാപ്റ്ററിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ തന്നെ അത്രയും ഭാരം ഒഴിഞ്ഞു കിട്ടി. അതെ, അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓരോ ചാപ്റ്റേഴ്സും പഠിക്കണോ പഠിക്കേണ്ടയോ എങ്ങനെ പഠിക്കണം അല്ലെ, അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ബണ്ടി, നീലി ആസ്മാനി ഛതരി, ഏക് ദാൽ ചാന്ദ് ബരാ, ജഗഹോं के नाम, തും ലഡ്കി ഹോ തുമേ ക്യൂ പഠനാ ഹേ എന്ന് വരെയുള്ള ഈ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതല്ല. എന്ന് വെച്ചാൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരില്ല. ഇതൊരു എക്സ്ട്രാ റീഡിംഗ് ആണ് നിങ്ങളുടെ വായന ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ ഒന്ന് വായിച്ച അർത്ഥം മനസ്സിലാക്കുക. അതെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് കടന്നാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 11 ചാപ്റ്റർ ആണ്. അത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ കുറച്ച് സമയവും കുറച്ചൊരു എഫേർട്ട് എടുത്ത് ഞങ്ങൾ പറയുന്ന പോലെ പഠിച്ചാൽ മതി. ഞാൻ പറയാം, നിങ്ങളിപ്പോ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയാണേ, ഇനി അങ്ങോട്ട് പഠിച്ചാൽ ഇതുപോലെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് A+ വാങ്ങാൻ പറ്റും. അപ്പൊ ആദ്യം ഇവരെന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടാവും ഇതിലല്ലേ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരുപാട് ഗൈഡൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാവും. അല്ല, ഇതുപോലെ കുറെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങാത്തതുണ്ട്, അവർക്കൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അതെ, അപ്പൊ നമുക്കിനി ചാപ്റ്റർ ഏതൊക്കെയാണ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ മിസ്സേ, ഞാനിപ്പം പറയുന്നത് ഇതുവരെ ഹിന്ദി പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 11 ചാപ്റ്ററിൽ 4 കവിത ഉണ്ട്. ആ 4 കവിതയെ നിങ്ങളൊന്ന് ഒരു ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രിന്റോ എന്തിലെങ്കിലും ആ 4 ആശയം ഒന്ന് എഴുതിയെടുക്കുക. ആ ആശയം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കവിതകൾ ഇതാണ്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ ഗയാ ഥാ, ടൂട്ടാ പഹിയ, അകാൽ ഓർ ഉസ്കെ ബാദ് ബച്ചോ കാം പർ ജാ രഹേ ഹൈ. അതെ, അപ്പൊ ഈ കവിതകളൊക്കെ ആദ്യത്തെ കവിത വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഈ കവിതകളിലൂടെ ഒന്ന് പോകാം. ഈ ഫസ്റ്റിലെ കവിത എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ടിപ്പണിയാണ്. അതുകൊണ്ട് തന്നെ കവിതയുടെ ടിപ്പണി ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കവിതയുടെ ടിപ്പണി ചോദിക്കും. ഇനി ഈ കവിതയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒരു മനുഷ്യന് അല്ലെ, മനുഷ്യന്മാർക്കിടയിൽ എന്ത് വേണം? മനുഷ്യത്വം വേണം എന്നൊരു സന്ദേശമാണ് ഈ ഒരു കവിത തരുന്നത്. പിന്നെ ഈ ഒരു കവിതയിലെ പോയിന്റ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, ആദ്യം നമ്മൾ ടിപ്പണി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും 2 മാർക്കിന്റെ നമ്മുടെ കവിതയിൽ മെയിൻ ആയിട്ട് കവിതയുടെ ആശയം പഠിക്കുക എന്ന് പറഞ്ഞാൽ കവിത എന്താണോ അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ആശയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഏത് കവിയാണ് ഇത് എഴുതിയത് എന്ന ചോദ്യത്തിന് 2 കവികൾ ആശയത്തിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഏത് കവിയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഈ ടിപ്പണിയുടെ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ ടിപ്പണി എഴുതിയത് നരേഷ് സക്സേനയാണ്. കവി വിനോദ് കുമാർ ശുക്ലാണ്. ഇത് എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കേട്ടോ, ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ കണ്ടു പല കുട്ടികൾക്കും നമ്മുടെ ചാപ്റ്ററുകൾ കഹാനിയാണോ ലേഖാണോ, ഇനി കഹാനിയാണെങ്കിൽ ആരാണ് എഴുതിയത് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല. ഇനി ധാരണ ഇല്ല എന്നുള്ളത് ശരി, അത് അവിടെ വെക്കുക. ആവശ്യമില്ലാത്തോടത്ത് ഇത് ഈ കവി എഴുതിയ
കഹാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കവി എഴുതിയ കഹാനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായിരിക്കും, കവി കഹാനി എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ ചാപ്റ്റർ ആ കവി അല്ല എഴുതിയത് എന്ന് നല്ല ബോധ്യത്തിലാണ് അല്ലെ. അല്ലാതെ നിങ്ങൾ പഠിച്ച കവിനല്ലേ നിങ്ങൾക്ക് ഹിന്ദിയിൽ അറിയുള്ളൂ. ഇപ്പൊ അല്ലാത്ത ഒരാളപ്പം നിങ്ങൾക്ക് എന്തായാലും അറിയില്ല, എനിക്കറിയാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി അറിയാത്ത വിവരങ്ങളെ മറ്റ് ആൻസറുകളിൽ എഴുതിയിട്ട് ആ ആൻസറിന്റെ മാർക്കിൽ അവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ നിങ്ങൾ ഉണ്ടാക്കി എടുക്കരുത് പേപ്പർ നോക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ പഠിച്ച ആളെയും പഠിക്കാത്ത ആളെയും ആൻസറിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പഠിച്ച് എഴുതിയ ഒരു കുട്ടി അങ്ങനെ എഴുതില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. തെറ്റ് സംഭവിക്കാതിരിക്കാനും ശരിയായത് എഴുതി മാർക്ക് നേടാനും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പലർക്കും ഉണ്ട് ചോദ്യത്തെ തിരിച്ചെഴുതാം, അല്ലെങ്കിൽ ആ ചോദ്യത്തെ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ എന്താണ് ആ ലൈൻസ് അങ്ങ് തല തിരിച്ച് എഴുതി കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറുക്ക് വഴികളൊന്നും നിങ്ങളെ സഹായിക്കില്ല. 100% എഴുതി ഒപ്പിട്ട് തരാം. പക്ഷെ മക്കളെ, അങ്ങനെയുള്ള ഒരു ചിന്തയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട. നിങ്ങളൊന്ന് കുറച്ച് സമയം പഠിക്കാൻ വരൂ. അപ്പൊ നമ്മൾ ഹതാശാസ ഏക് വ്യക്തി ബഡ് ഗയാ താ എന്ന കവിതയെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ അടുത്ത പറഞ്ഞത് ടൂട്ടാ പഹിയ എന്ന കവിതയാണ്. ഈ 4 കവിത പഠിക്കാൻ ശരിക്കും നിങ്ങൾക്കൊരു 4 ദിവസം മുഴുവൻ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാറുള്ളത്. ഈ ടൂട്ടാ പഹിയ എന്ന കവിതയെ നിങ്ങൾ കുറേ സമയം കൊടുത്ത് പഠിക്കേണ്ട ഒരു കവിതയാണ്. നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കവിത വായിക്കാനാണ്. ആ ഒരു കവിത നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. വരിയിലെ ഓരോ വേർഡിൻ്റെയും മീനിങ് ചോദിച്ചേ. ഒരു മീനിങ് ആയിരിക്കും ചോദിക്കുന്നത്, പക്ഷെ നമ്മൾ ജസ്റ്റ് വായിക്കുമ്പോൾ ആ മീനിങ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് ആൻസർ എടുത്ത് എഴുതാൻ പറ്റും. അതെ. പിന്നെ മറ്റൊന്ന്, ഇതിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ സാധാരണ ജനങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ അതുപോലെ ഈ ബ്രഹ്മാസ്ത്ര നമുക്കുള്ള പരീക്ഷണങ്ങളെ, നമ്മുടെ പ്രോബ്ലംസിനെയാണ് പറയുന്നത്. അതുപോലെ ഈ എന്താ പറയാ ചക്രവ്യൂഹം നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. മഹാരഥി നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രതീകങ്ങളെ മനസ്സിലാക്കണം. കവിതയുടെ ആശയം, ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ആശയം നന്നായിട്ട് നിങ്ങൾ എല്ലാ കവിതയുടെ ആശയം 4 കവിതയുടെ ആശയം നിങ്ങൾ എഴുതി പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറപ്പ് വരുത്തണം. ഒരു സ്പെല്ലിങ് കൊണ്ട് പോലും, ഒരു അക്ഷരം കൊണ്ട് പോലും ഞാൻ ഇതിലുള്ള ഒരു മാർക്ക് കുറയാൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതെ. അപ്പൊ അടുത്ത കവിതയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ്. ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയാണോ കവിതയിലുള്ള വരികൾ വന്നിട്ടുള്ളത് അതൊന്ന് നമ്മുടെ നാഗാർജുന എഴുതിയ കവിതയാണ്. വളരെ എളുപ്പമുള്ള 2 കവിതയാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ടേമിന്റെ പോർഷനിലും നിങ്ങളുടെ ആനുവലിന്റെ പോർഷനിലുള്ള നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ പോർഷനിലുള്ള ഒരു കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. അതെ. ഈ കവിത നിങ്ങൾ എന്തായാലും നിർബന്ധമായും ഇത് 4 പഠിക്കാം. ഇത് 4 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഹതാശാ സേ ഏക് വ്യക്തി ബഡ് ഗയാ താ, ടൂട്ടാ പഹിയ, അകാൽ और उसके बाद ഈ 3 കവിതകളും എന്താണ് കഴിഞ്ഞ എക്സാമിന് ശരിക്കും പറഞ്ഞാല് കറക്റ്റ് സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഇതൊന്ന് റിവൈസ് ചെയ്യാനേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനിയുള്ളത് ഒരു കവിത മാത്രമാണ് നന്നായി പഠിക്കാനുള്ളത്. രാജേഷ് ജോഷി എഴുതിയിട്ടുള്ള ബച്ചേ കാം പർ ജാ രഹേ ഹേ. അത് വളരെ സിമ്പിൾ ആണ്. കവിത അങ്ങനെ അങ്ങോട്ട് നമുക്ക് വായിച്ച് ഗ്രഹിക്കാൻ പറ്റാത്ത വാക്കുകളൊന്നുമല്ല. വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആശയമാണ്. ഇനിയുള്ളത് ഇനി നമുക്ക് ലേഖ ഉണ്ട്, കഹാനി ഉണ്ട്, ജീവനി ഉണ്ട്. നോക്കാം. ഫിൽമി ലേഖ ഉണ്ട്, പുതിയൊരു വിധ. നമുക്ക് നോക്കാം. ബീർ ബഹൂട്ടി അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ബീർ ബഹൂട്ടി. നമ്മള് വളരെ കൃത്യമായി തന്നെ ജൂൺ മുതലേ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് 2025 മാർച്ചിലെ പബ്ലിക് എക്സാമിന് വരെ 10 മാർക്കിനോളം ചോദ്യം വരുന്ന ഒരു കഹാനിയാണ് ബീർ ബഹൂട്ടി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? പട്കഥ. ആ ഒരു പട്കഥയെ ആസ്പദമാക്കിയിട്ട് അതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഡയറി ചോദിക്കാം, പത്ര ചോദിക്കാം. അതിനോടൊക്കെ ഓപ്ഷണൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പട്കഥ. അപ്പൊ ഒരു പട്കഥയുടെ ഫോർമാറ്റ് എന്ത് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ ചാപ്റ്ററുകളൊക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ആ വായനയുടെ കുറവാണ് നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കും 2-3 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇത്ര സമയം വായിക്കണോ, അതങ്ങ് പോട്ടെ എന്നൊക്കെ കരുതും ചില കുട്ടികൾ. പക്ഷെ നിങ്ങൾക്ക് സഹി മിലാൻ കരെ അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുനെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ആൻസർ തന്നുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. പക്ഷെ അത് തെറ്റിച്ചവരുണ്ട്. അത് തെറ്റിച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല് മറ്റേ പത്ര ഡയറി പോലെ അല്ല, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്ന പോലെ. അതെ, മാർക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകും. 4 മാർക്കിനൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇപ്പൊ ഡയറി ആണെങ്കിൽ പത്രമാണെങ്കിലും മിസ് നമുക്കറിയാം ഫോർമാറ്റ് ഒരു വിധം ശരിയായാല്
4 മാർക്കിൽ നമുക്കൊരു 2 മാർക്കെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കൂടി നേടാൻ പറ്റും. പക്ഷെ മാച്ച് ദ ഫോളോയിങ് ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാന്നൊക്കെ പറയുമ്പോൾ തെറ്റിയാൽ പോയത് തന്നെയാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 4 മാർക്കിന്റെ ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻ പോയാൽ നിങ്ങൾക്ക് 8 മാർക്കാ പോകുന്നത്. പിന്നെ നിങ്ങൾ ഏതൊക്കെ ആൻസറുകൾ ശരിയാക്കിയിട്ടും അവിടെ എവിടെ നമുക്ക് A+ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതെ. ഇനി നമ്മൾ അടുത്തത് അയാം കലാം കെ ബഹാനെ. അതെ, അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. കാരണം 4 ക്യാരക്ടേഴ്സ്, 4 ഡയറി, 4 ലെറ്റർ ഒക്കെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സഹി പ്രസ്താവ് ചുനെ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണത്. അപ്പൊ നമ്മുടെ സ്വഭാവം, അതായത് ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഇത് ആര് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ ഇഷ്ടമായിരുന്നു, ആരാണ് ഈ സ്വഭാവം ഉള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എത്ര പഠിച്ചാലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കുറയണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചേ പറ്റുള്ളൂ. ഏത് ക്യാരക്ടർ, എന്താണ് അയാളുടെ ഇഷ്ടം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസറുകളും ചാപ്റ്ററുകളിലൂടെയും ഒക്കെ പോകും. ഒരുപാട് വീഡിയോസിൽ നമ്മൾ അതൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഒരു കഥ വായിക്കുന്ന പോലെ. ഞാൻ പറയട്ടെ, ശരിക്കും നമ്മൾ ഈ പഠിക്കണം എന്ന് കരുതി ഇങ്ങനെ വായിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മളൊരു കഥ കിട്ടി, നമ്മുടെ കയ്യിൽ ഒരു കഥ ബുക്ക് കിട്ടിയ പോലെ നമ്മൾ അതിങ്ങനെ വായിച്ച് മനസ്സിലാക്കുക. പക്ഷെ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോകില്ല. അതേസമയം ഒരു 100 തവണ ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ എന്ന മനസ്സോട് കൂടിയിട്ട് ഒരു വീട്ടിൽ തന്നെ എങ്ങനെ നമ്മൾ ബൈഹാർട്ട് ചെയ്തു, പിന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം മൈൻഡൊന്നും പോവും. അതെ, എല്ലാ ക്വസ്റ്റ്യൻസിനും വേറെ വേറെ ആൻസേഴ്സ് ചിലപ്പോൾ ഇവർ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞ് അത് വേറെ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ ഡയറി ആണെങ്കിലും ഒരു എക്സാമ്പിൾ പറയുന്നത് ഫുൾ ഡേ ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ഞാൻ പറയാണ്, പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സബ്സെ ബഡാ ഷോമാൻ. അതിൽ വളരെ നമുക്കറിയാം ഒരു ഇൻസിഡന്റേ ഉള്ളൂ. അമ്മ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ശബ്ദം പോകുന്നു, പകരം നമ്മുടെ ചാർലി കയറുന്നു. ചാർലി ജനങ്ങളുടെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റുന്നു. അതെങ്ങനെയൊക്കെയെന്നൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റപ്പട്ട് ചോദിച്ചോട്ടെ, അമ്മയുടെ ഡയറി ചോദിച്ചോട്ടെ, ചാർലിയുടെ ഡയറി ചോദിച്ചോട്ടെ, സംഭവം തന്നെയാണ്. ആ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു, ആ സെന്റൻസും പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഫോർമാറ്റ് ഒന്ന് മാറുന്നു. പിന്നെ ചിലയിടത്ത് മേ എന്നാകുന്നു, ചിലയിടത്ത് ചാർലി എന്നാകുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കുറെ പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ പകുതി സമയം വേണ്ട ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ടാക്കൂർ കാ കുവാം എന്നുള്ളത്. ടാക്കൂർ കാ കുവ എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്തവണ സെക്കൻഡ് ടേമിന് പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തുനിന്ന് പടുക്കഥ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു കറി വെക്കാൻ പഠിച്ചാൽ നമുക്ക് എന്തും എടുത്ത് കറി വെക്കാം. അതേപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് മാത്രമല്ല നമുക്ക് ചോദ്യം വരിക. നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ ആ ഒരു ആൻസറിന്റെ രീതി നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ പടുക്കഥക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ സമയം, ഈ ഒരു സംഭവം നടക്കുന്ന സമയവും സ്ഥലവും ആ ക്യാരക്ടേഴ്സിന് അറിയാന്നുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ. നാലാമത്തെ ഒരു പോയിന്റ് വരുന്നത് ദൃശ്യകാ വിവരണമാണ്. എന്താണോ ചോദ്യം, ആ ചോദ്യം ഒന്ന് ദൃശ്യം അതവിടെ ഏതാണോ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചോദ്യത്തിൽ പറഞ്ഞേ ആ സിറ്റുവേഷൻ എടുത്ത് എഴുതിയാൽ അതുമായി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊണ്ടുവേണം ഓരോ ആൻസറിനെയും പഠിക്കാൻ. ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും എഴുതും എന്ന നിലക്ക്. ഇനി ബസന്ത് മേരെ ഗാവ് കാ. ബസന്ത് മേരെ ഗാവ് കാ എന്നത് എല്ലാ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായത് ഉള്ള സമയം മുതൽ ഈ കുട്ടികളെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. എന്ന് വെച്ചാൽ കുട്ടികൾ അത് ഓർത്തിട്ട് കയ്യും കാലും ഇട്ട് അടിക്കാല, ഞാൻ ആ ചാപ്റ്റർ ഒന്നും മനസ്സിലായില്ല മിസ്സേ, ഒന്നും മനസ്സിലായിട്ടില്ല. ആ ചാപ്റ്ററിൽ വളരെ കൃത്യമായി പറഞ്ഞുതരാം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്. ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ഫുൾ ഡേ എന്ന ഉത്സവത്തെ കുറിച്ചാണ്. ഇത്തവണ അത് എഴുതാൻ വന്നിരുന്നു. അപ്പൊ ഫുൾ ഡേ എന്ന ഉത്സവത്തെ കുറിച്ച് നമ്മൾ എഴുതാൻ പഠിക്കണം. അത് എത്ര ദിവസം ആഘോഷിക്കുന്നു? 21 ദിവസം ആഘോഷിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഉത്തരാഖണ്ഡിലെ ഫുൾ ഡേ എന്ന ആഘോഷം. അപ്പൊ ഈ ഫുൾ ഡേ എന്ന ആഘോഷത്തിന് നമ്മുടെ ഓണവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. നമ്മൾ അതൊക്കെ പഠിച്ചു. അതൊക്കെ ആ കാര്യങ്ങൾ അവിടെ വിവരിച്ച് എഴുതിയാൽ മതി. അപ്പൊ അത് അവിടെ എഴുതി കഴിഞ്ഞാൽ തന്നെ 4 മാർക്കാണ്.
ഞാൻ പറഞ്ഞു ഷുവറായിട്ട് അതിൽ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അത് എന്ന് നമ്മൾ ഒരുപാട് വീഡിയോയിൽ എക്സാം ടൈമിൽ ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു, പഠിച്ചു. ഇനി ആ ഒരു ചാപ്റ്ററിലേക്ക് തന്നെ കടന്നു നോക്കിയാൽ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് പശുചാരകന്റെ. അതെ, പശുചാരകവും ലേഖകവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പൊ നമുക്കറിയാം ഇതുവരെ വന്ന ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെയല്ല, ചോദിക്കാത്ത ചോദ്യങ്ങൾ. അത്തരം ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ വാക്കുതരാം. ഇനി നമ്മൾ പറയുന്നത് ദിശാഹീന ദിശ എന്ന പാഠഭാഗം നമ്മൾ സെക്കൻഡ് ടേമിന് പഠിച്ചതാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് ടേമിലേക്ക് പ്രിപ്പയർ ചെയ്ത ചാപ്റ്റർ ആണ് ദിശാഹീന ദിശ. മോഹൻ രാഗേഷ് എഴുതിയ ദിശാഹീൻ ദിശ എന്ന ഒരു യാത്രാ വിവരണമായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ബൂഡാമല്ല അബ്ദുൾ ജബ്ബാർ. പിന്നെ അത് കൂടാതെ അതിൽ നിന്ന് ഡയറി ചോദിച്ചേക്കാം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സെ ബഡാ ഷോമാൻ പോലെ ഒരു ഇൻസിഡന്റ് ആണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ എത്തുന്നതിന് മുൻപേ ഒരു കൂട്ടുകാരനുമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അയാൾ സ്റ്റേഷനിൽ വന്നപ്പോൾ നിർബന്ധിച്ച് ലേഖകനും സുഹൃത്തും അവിടെ ഇറങ്ങുന്നു. അവർ ഭോപ്പാൽ തടാകത്തിൽ അന്ന് രാത്രി യാത്ര ചെയ്യുന്നു. തോണിയിൽ യാത്ര ചെയ്തു. 11 മണി കഴിഞ്ഞിട്ടും അവർ തടാകത്തിലാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ അല്ലേ, നമ്മളിപ്പോ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പലരും പറയും ഇത് ഭയങ്കര വൈബാണ്, രാത്രി 11 മണിക്കും തോണിയുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ആ ഒരു സംഭവത്തെ രാത്രി 11 മണിക്ക് ഗസൽ പാടിക്കൊണ്ട് അവരിങ്ങനെ തടാകത്തിൽ തോണിയിൽ യാത്ര ചെയ്യാണ്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നില്ല എവിടെയും അങ്ങനെ തോണി കിട്ടുമെന്ന്. 5 മണിക്ക് ശേഷം എല്ലാ ബോട്ടിങ്ങുകളും ക്ലോസ് ചെയ്യാറാണ്. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറി എഴുതാം, പത്രം എഴുതാം. പിന്നെ അത് കൂടാതെ ബൂട്ടാമലയുടെ ക്യാരക്ടർ സ്കെച്ച് അതിൽ നിന്നൊന്ന് പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവർ വിചാരിക്കും, കാരണം അതിലെ മെയിൻ കഥാപാത്രം ആരാണ്? മോഹൻ രാഗേഷും അവിനാശുമാണ്. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ലേഖകന്റെ പേരെന്ത് ചോദിച്ചാല് പിന്നെ ലേഖകന്റെ സുഹൃത്ത് അവിനാശാണ്. ആരാണ് ഗസൽ കേൾക്കാൻ ആഗ്രഹിച്ചത്? അതെ, അതൊരു കൺഫ്യൂസിംഗ് ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ ഗുഡ്ലി തോ പരായി ഹേ എന്നുള്ള ഒരു കഹാനിയാണ്. കനക് ശശി എഴുതിയിട്ടുള്ള ഒരു കഹാനിയാണ് ഗുഡ്ലി തോ പരായി ഹേ എന്നുള്ളത്. മിസ്സേ പറയൂ. ഗുഡ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഗുഡ്ലി ഉണ്ട്. നല്ലൊരു സന്ദേശം നൽകുന്ന നമ്മുടെ സൊസൈറ്റിയിലേക്ക്. സത്യം പറഞ്ഞാൽ ഈ ജെൻഡർ ഈക്വാലിറ്റി ലേഡീസിന് മാത്രം ഉള്ളതാണോ? അല്ലെ, തിരിച്ചും പറയാം. ചില വീടുകളിലില്ലേ പെൺകുട്ടികളെ മാത്രം നന്നായി സ്നേഹിക്കുന്നതുണ്ട്. ഞാൻ അതിനോടും യോജിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും തുല്യത നൽകണം. ഇവിടെ നമ്മുടെ ഗുഡ്ലി എങ്ങനെയായിരുന്നു? ഗുഡ്ലി വളരെ ഉത്സാഹത്തോടു കൂടി ചാടി ഓടി നടക്കുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി. ആ ഗുഡ്ലിയെ ആണ് പറയുന്നത് ഇത് നിന്റെ വീടല്ല. ഗുഡ്ലി തോ പരായി ഹേ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരായ എന്ന് പറഞ്ഞ അന്യന്റെ എന്നാണ്. നീ അന്യന്റേതാണ് എന്ന് ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ കേട്ടപ്പോൾ ഗുഡ്ലി എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നതിനെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ ഗുഡ്ലിയുടെ ഡയറി പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പിന്നെ ഗുഡ്ലി ലാസ്റ്റിലേക്ക് ഗുഡ്ലി കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് നല്ല എന്താ പറയാ മൈൻഡൊക്കെ ഓക്കെ ആക്കി വരുന്ന സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് വരുന്നത്. അവിടെ ഉള്ള ഒരു കോൺവെർസേഷൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പടുക്കഥ വരാം. ഇനി അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ എന്തൊക്കെയെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ. ഇനി ഞാൻ പറയട്ടെ, പല കുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നം പറയട്ടെ. എല്ലാ ചാപ്റ്ററിൽ നിന്നും പത്ര പഠിക്കും, എല്ലാ ചാപ്റ്ററിൽ നിന്നും ഡയറി പഠിക്കും. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത ചിലർക്ക് ഉപയോഗപ്പെടാനാട്ടോ. നിങ്ങൾ കൂടുതൽ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നും പഠിച്ചു തുടങ്ങാത്ത, ഇപ്പോഴും 5 മാർക്കിന് താഴെയും 10 മാർക്കിന് താഴെയും മാർക്ക് വാങ്ങിയിട്ടുള്ള, ഇനി ഞാൻ എന്ത് ചെയ്യും, മോഡൽ എക്സാം ആണല്ലോ എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്, മക്കളെ ഈ പത്ര നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും പത്ര പഠിക്കുന്നതിന് പകരം പത്രന്റെ ഫോർമാറ്റ് എന്താണ്? ഡേയും ഡേറ്റും വേണം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പത്രത്തിൽ വെക്കുന്ന കുറച്ച് സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്രത്തിന്റെ 2 മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നിങ്ങൾ അവിടെ ഉറപ്പുവരുത്തുക. ദെൻ നിങ്ങൾ അടുത്തതായിട്ട് ഡയറിയാണ്. ഡയറിയുടെ ഫോർമാറ്റും നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പത്രം ഉണ്ടാകും, ഒരു ഡയറി ഉണ്ടാകും, പിന്നെ അത് കൂടാതെ ഒരു പോസ്റ്റർ, എന്തായാലും ഒരു പോസ്റ്റർ ഉണ്ടാകും. അപ്പോൾ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ആകർഷണീയത ഉണ്ടായിരിക്കണം, അതിൽ കറക്റ്റ് ആയിട്ട് മെസ്സേജ് നൽകിയിട്ടും ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാണോ നിങ്ങളോട് പോസ്റ്റർ നിർമ്മിക്കാൻ പറഞ്ഞത് ആ സന്ദേശം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോസ്റ്റർ
ലെക്ചറിൽ കൊടുത്തു എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ ആശയം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഒരു 2-3 ദിവസം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ 4 കവിതയുടെ ആശയവും നിങ്ങൾ പഠിക്കും. പിന്നെ കവിത നന്നായി വായിച്ചു പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ പകുതി ഭാഗം നിങ്ങൾ കവർ ചെയ്തു 2 ദിവസം 3 ദിവസം കൊണ്ട്. ഇനി അത് കൂടാതെ പടുക്കഥ നമ്മൾ പറഞ്ഞു, പടുക്കഥയുടെ ഫോർമാറ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യും എങ്ങനെയെന്നറിയോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, എന്തൊക്കെ ഈ ഫോർമാറ്റുകൾ നിങ്ങൾ ഇപ്പോഴും ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ഇതിനെ കുറിച്ച് അടുത്ത വീഡിയോ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഓരോ ആൻസറുകളും എങ്ങനെയാണ് പഠിക്കാതെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും. ഇനി അടുത്തത് റപ്പട്ടാണ്. റപ്പട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ടാണ്. നമ്മളൊക്കെ ന്യൂസ് പേപ്പറിൽ ഓരോ ന്യൂസും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. പല ഭാഗത്ത് നിന്നും നൽകുന്ന റിപ്പോർട്ടാണ് നമുക്ക് ന്യൂസ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാണ് റപ്പട്ട് നല്ലത് സമാചാർ പത്രം രണ്ടും സെയിം ആണ്. റപ്പട്ടും സമാചാർ തയ്യാർ കീജിയെ എന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ പെട്ടെന്ന് സ്റ്റക്ക് ആവരുത്. റപ്പട്ടാണ്, വാർത്തയാണ്. ഇനി അടുത്തത് സഹി മിലാൻ കരെ 2 കോളത്തിൽ നൽകിയിട്ട് ശരിയായതിനെ അവിടെ യോജിപ്പിക്കാനാണ് പറയുന്നത്. ആ ചോദ്യങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരു കഥ വായിക്കുന്ന പോലെയെങ്കിലും നിങ്ങൾ വായിക്കണം. ആ കഥയിലെ കഥാപാത്രത്തെയും ക്യാരക്ടറിന്റെ ആ വിശേഷതകളെയും ഒക്കെ വെച്ചുകൊണ്ട് ചിന്തിച്ചിട്ട് അതിനെ ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ 4 മാർക്കാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന. നമ്മുടെ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ശരിയായ പ്രസ്താവനയാണോ അത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഒരു ഗ്രാമാറ്റിക്കലി ഉള്ള ഒരു കുഞ്ഞു തെറ്റായിരിക്കാം അല്ലെ, അതുപോലും ശ്രദ്ധിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ തോന്നും ഇത് ശരിയാണല്ലോ, ഇത് ശരിയല്ലേ, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആശയത്തോട് അത് തെറ്റായിരിക്കും. അപ്പൊ അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും 6 സെന്റൻസ് ഒക്കെ നൽകും. 6-7 സെന്റൻസിൽ നിന്നായിരിക്കും. ഇനി എത്ര സെന്റൻസ് ആണ് ശരിയായത് എന്ന് ആദ്യം മനസ്സിലാക്കണം. 4 മാർക്കിന് ചോദിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം 4 സെന്റൻസ് അതിൽ ശരിയായതുണ്ട്. ആ 7 സെന്റൻസിൽ നിന്ന് 4 സെന്റൻസ് ശരിയായതിനെയാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ ശരിയായതിന് പ്രസ്താവനകളെ തിരഞ്ഞെടുത്തുകൊണ്ട് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. അതാണ് അവിടെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം, എങ്കിലേ കറക്റ്റ് ആയത് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും സമയമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ട് വായിച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത പ്രശ്നം, ശരിയായത് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത പ്രശ്നം ഒന്നും വരില്ല. അവിടെ നിങ്ങൾ സക്സസ് ആയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അപ്പൊ എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണ്ട എന്നും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവസാനത്തെ കുറച്ച് ചാപ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം കവിതകൾ പഠിക്കുന്നു. നമ്മൾ ആ കവിതകളെ സേഫ് ആക്കി അവിടെ വെക്കുന്നു. കവിത പഠിക്കുമ്പോൾ എപ്പോഴും കവിയെ പഠിക്കണം. പിന്നെ കവിതയുടെ പേര് ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ടൂട്ടാപ്പഹി ആരാ എഴുതിയതും ചോദിച്ചാൽ ധർമ്മവീർ പറയണം. അതെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പഠിച്ചെത്തണം. അതിനാകെ കുറച്ച് ദിവസങ്ങൾ ഒന്ന് നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആൻസറുകളും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളെ കാണുന്നതാണ്. അപ്പൊ അതുവരേക്കും നമുക്ക് തൽക്കാലം ഒരു ബായ് പറയാം അല്ലേ? ബൈ.